ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ലെമൺ റൈസ് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാൻ. നെയ്ച്ചോറിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 കിലോ കൈമ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരിയാണ് കേട്ടോ ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്മതി റൈസ് വെച്ചും ചെയ്യാം, പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ് ബിരിയാണി അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈസ് പെട്ടെന്ന് വേവും. അപ്പോൾ നമുക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാനിപ്പോൾ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സ്പൈസസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ റൈസിലോട്ട്, നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ. അതുകൊണ്ട് തന്നെ നെയ്ച്ചോറിൻ്റെ പോലെ ഒരു കുത്തൊന്നും ഈ റൈസിന് ഉണ്ടാവില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ചോറ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, അപ്പോൾ അത് കണ്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചോറൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, 2 ടേബിൾ സ്പൂൺ ഓയിൽ. നമ്മുടെ റൈസ് ഒട്ടി പിടിക്കാതിരിക്കാനും നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വിട്ടു പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ റൈസ് വെന്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റൈസൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഊറ്റിയെടുക്കാം. റൈസ് ഊറ്റിയെടുത്തിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. ഇനിയിപ്പോൾ ചൂടോട് കൂടി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ലെമൺ റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസ് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയമാകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കടുകാണ്. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നും ചേർക്കുന്നുണ്ട്. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉഴുന്നുണ്ടല്ലോ അത്. പിന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. അപ്പോൾ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 4 ഉണക്കമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നന്നായിട്ട് ഫ്ലേവർ ഇറങ്ങുക. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ പീനട്സ് ആണ് കേട്ടോ. അതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആൾറെഡി റോസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്നൊക്കെ ഇട്ട് കൊടുത്തില്ല, ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാനിപ്പോൾ നിലക്കടല എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നിലക്കടല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ട് ചേർക്കുന്നില്ല കേട്ടോ. അതിൽ പകുതി മാത്രം ചേർത്തിട്ടാണ് ഇപ്പോൾ ലെമൺ റൈസ് ഉണ്ടാക്കുന്നത്. ബാക്കി പകുതി പിന്നെ ഇന്ന് രാത്രിയോ അല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചൂടോടുകൂടിയുള്ള റൈസ് ആണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ തണുപ്പിച്ച റൈസ് ഇട്ട് കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ സമയത്തൊന്നും ഇതിലേക്ക് നാരങ്ങനീര് ചേർക്കണ്ട കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ നാരങ്ങനീര് ചേർക്കാൻ. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തപ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ കിട്ടും നമ്മുടെ റൈസിന്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർക്കുന്നത്. അപ്പോൾ നാരങ്ങയുടെ നീര് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചൂടോട് കൂടി മിക്സ് ചെയ്യേണ്ട കേട്ടോ, അപ്പോൾ ചിലപ്പോൾ കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നാരങ്ങ നീര് ചേർത്തത്. അപ്പോൾ ഈ ചോറിനൊരു ചൂടുണ്ടാവുമല്ലോ, അതിൽ കിടന്ന് നാരങ്ങയുടെ നീരിൻ്റെ ആ ചുവയൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ യാത്രക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ ലെമൺ റൈസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ചോറ് കേടുവരില്ല കേട്ടോ. കാരണം നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടാണല്ലോ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ചൂടോട് കൂടി സെർവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ
ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. ഇനിയിപ്പോൾ കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൈരിൻ്റെ കൂടെ ഇങ്ങനെ സെർവ് ചെയ്യാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അച്ചാറും തൈരും മാത്രം മതി. പിന്നെ നമ്മളിങ്ങനെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്